നമസ്കാരം. ഇസ്രായേലിനെ ആക്രമിച്ചത് യുഎസിനെ അറിയിച്ച ശേഷമാണെന്ന് ഇറാൻ വ്യക്തമാക്കി. തിരിച്ചടിക്കരുത് എന്ന യുഎസിന്റെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും അഭ്യർത്ഥനയോട് സംയമനത്തോടെ ഇസ്രായേൽ പ്രതികരിച്ചത് മധ്യപൂർവ്വ ദേശത്ത് യുദ്ധവ്യാപന ഭീതി കുറച്ചു. ഈ മാസം 1-ന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച് ഒരു ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് തിരിച്ചടിയായി ശനിയാഴ്ച 300ഓളം മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇവയിൽ മിക്കതും ഇസ്രായേൽ അതിർത്തി കടക്കും മുൻപ് വെടിവെച്ചിട്ടു. ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതല്ലാതെ കാര്യമായ നാശമൊന്നും ഇസ്രായേലിൽ ഉണ്ടായില്ല. ആക്രമണത്തെ തുടർന്ന് രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷാ നിയന്ത്രണങ്ങളിൽ ഇസ്രായേൽ ഇന്നലെ ഇളവ് വരുത്തി. ആക്രമിക്കുന്നതിന് 72 മണിക്കൂർ മുൻപ് തുർക്കി, ഇറാഖ്, ജോർദാൻ എന്നീ അയൽ രാജ്യങ്ങളെയും അവരിലൂടെ യുഎസിനെയും അറിയിച്ചിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയാനാണ് അറിയിച്ചത്. തുർക്കി, ഇറാഖ്, ജോർദാൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചെങ്കിലും യുഎസ് ഇത് നിഷേധിച്ചു. കടുത്ത നാശം ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണമെങ്കിലും ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഒപ്പം കൂടില്ലെന്നും യുഎസ് വ്യക്തമാക്കി. ഗാസ യുദ്ധത്തോടെ കലുഷിതമായ മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കാൻ താൽപ്പര്യമില്ലെന്നും അറിയിച്ചു. തിരിച്ചടിക്കരുതെന്ന് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന ഇസ്രായേൽ മാനിച്ചത് ആശ്വാസമായി. സംഘർഷം കൂട്ടരുതെന്ന് റഷ്യയും അഭ്യർത്ഥിച്ചു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും സംയമനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന വിഷയം ചർച്ച ചെയ്തു. ഇസ്രായേലിലെ യുദ്ധമന്ത്രിസഭ ചേർന്നെങ്കിലും കനത്ത തിരിച്ചടിക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല. ഇതേസമയം ഗാസയിൽ ഇന്നലെ 68 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണം 33,797 സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലേക്ക് പലസ്തീൻകാർ തിരിച്ചെത്തുന്നത് അപകടകരമാണെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. സേനയിലെ 2 കരുതൽ ബ്രിഗേഡുകളോട് നടപടിക്കൊരുങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദക്ഷിണ ഗാസയിലെ റഫ ആക്രമിക്കുന്നതിന് മുന്നോടിയായി ഇതിനെ കാണുന്നുണ്ട്. അതേസമയം അമേരിക്കയെ അറിയിച്ച ശേഷമാണ് ഇസ്രായേലിനെതിരെ മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ആക്രമണം നടത്തിയത് എന്ന ഇറാന്റെ പ്രസ്താവനയും അതറിഞ്ഞതിനെ തുടർന്ന് തങ്ങളാണ് മിക്ക മിസൈലുകളും ഡ്രോണുകളും തകർത്തത് എന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അവകാശവാദവും ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തെ രാഷ്ട്രീയ പ്രഹസനമായി മാറ്റുകയാണ്. ഇസ്രായേലിനെതിരെ ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയും സിറിയയിൽ നിന്ന് ഹൂതികളും നടത്തുന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇതിന് ശിക്ഷ എന്ന മട്ടിലാണ് സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റ് ഈ മാസം 1-ന് ഇസ്രായേൽ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇറാന്റെ ഒരു ജനറൽ ഉൾപ്പെടെ 7 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. മുഖം രക്ഷിക്കാൻ തിരിച്ചടിക്കണം, എന്നാൽ സൈനികമായി തിരിച്ചടിച്ചാൽ അത് പൂർണ്ണ യുദ്ധത്തിൽ കലാശിക്കും. ഇങ്ങനെയൊരു വിഷമത്തിലായിരുന്നു ഇറാൻ. മാത്രമല്ല, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. 110 ബാലിസ്റ്റിക് മിസൈലുകളും 35 ക്രൂസ് മിസൈലുകളും ബാക്കി എളുപ്പം വെടിവെച്ചിടാവുന്ന ഡ്രോണുകളുമായി 300 ആയുധങ്ങളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തതെന്നാണ് അറിയുന്നത്. ഇവയിൽ 6 മിസൈലുകളും 80 ഡ്രോണുകളും പശ്ചിമേഷ്യൻ പ്രദേശത്തുള്ള US സൈന്യം തകർത്തു. കുറെയെണ്ണം ബ്രിട്ടീഷ് വ്യോമസേനയും. യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗ് പ്രസ്താവിച്ചത് സംയമന ശ്രമങ്ങളുടെ സൂചനയായാണ് കണക്കാക്കുന്നത്. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണും പോരാട്ടം വ്യാപിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതായി US ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് യുഎസിന്റെയും ബ്രിട്ടന്റെയും പിന്തുണ വളരെ ആവശ്യമാണ്. ഹിസ്ബുല്ലയുടെയും ഹൂതികളുടെയും റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നതിൽ ഈ രാജ്യങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. ഇറാനുമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ചും ഇരു രാജ്യത്തും ഇക്കൊല്ലം തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യത്തിൽ. തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാകട്ടെ തിരിച്ചടി നൽകി മുഖം രക്ഷിച്ചേ മതിയാകൂ. 6 മാസം മുൻപ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചപ്പോൾ ഹമാസിന്റെ ഭീകരാക്രമണത്തെ അപലപിച്ച ഇന്ത്യ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വടംവലിയിൽ നിഷ്പക്ഷത പാലിക്കുകയാണ്. സംയമനം പാലിക്കാനാണ് ഇന്ത്യയും അഭ്യർത്ഥിക്കുന്നത്. രണ്ടും ഇന്ത്യക്ക് സുഹൃത്ത് രാജ്യങ്ങളാണ്.